ഗുഡ് മോർണിംഗ് എവരിവൺ. മനൂസ് പാഡേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും മെസ്സേജ് അയക്കുമ്പോഴും പറയുന്നൊരു കാര്യമാണ്, കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകുന്നു, കോഴികൾ ചത്തുപോകുന്നു, പെട്ടെന്ന് തൂങ്ങി നിൽക്കുന്നു, അസുഖം വരുന്നു. എന്നിട്ട് അതിന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കോഴികളുടെ കൂടിൻ്റെ വൃത്തിയാണ്. കോഴിക്കൂട് നല്ല വൃത്തിയായിട്ട് ഡെയിലി തൂത്ത് വൃത്തിയാക്കാൻ പറ്റുമെങ്കിൽ ഡെയിലി വൃത്തിയാക്കുക. ഇപ്പം ഈ കാണുന്ന കൂട് ഞാൻ ഡെയിലി വൃത്തിയാക്കാറുണ്ട്. പിന്നെ ആഴ്ച ഒരു ദിവസം സൈഡിൽ പറ്റിയിരിക്കുന്ന എന്തെങ്കിലും കാഷ്ടമൊക്കെ ഉണങ്ങി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കുത്തിയിളക്കി കളഞ്ഞ് കക്കപ്പൊടി, കുമ്മായപ്പൊടി എന്നിവ ഇടുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നാടൻ കോഴിയെ വളർത്തുന്നത് നാടൻ കോഴിക്ക് ബേസ് ചെയ്തതാണ്. സങ്കരയാനം കോഴികൾക്ക് ബാക്കിയുള്ള കോഴികൾക്കൊക്കെ വേറെ രീതിയിലാണ് ചെയ്യേണ്ടത്. പക്ഷെ നാടൻ കോഴികളെ ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്നത്. എല്ലാവർക്കും പൊതുവായിട്ട് ഇതാണ്, പക്ഷെ നാടൻ കോഴികൾക്ക് പ്രത്യേകിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. പിന്നെ നമ്മുടെ പരിസരവും എല്ലാം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. മാക്സിമം ഫുഡ് വേസ്റ്റുകൾ കൊണ്ടുവന്നിട്ട് അതവിടെ കിടന്ന് പഴകി കഴിഞ്ഞാലും അത് കൊത്തിപ്പെറുക്കി തിന്നിട്ട് ഇവർക്ക് ഫംഗസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരാം. പിന്നെ മഴക്കാലമായി കഴിയുമ്പം വെള്ളം പലയിടത്തും കെട്ടിക്കിടക്കാം. ആ വെള്ളം കുടിക്കാൻ ചാൻസസ് ഉണ്ട്. അന്നേരം നമ്മൾ മെയിനായിട്ട് ഇവർക്ക് പറ്റുമ്പോഴൊക്കെ വെറ്റില കഷായം ആഴ്ചയിലൊരു 2-3 വട്ടം, മഴക്കാലത്തും വേനൽക്കാലത്തും 1-2 വട്ടം വെറ്റില കഷായം ഉണ്ടാക്കി കൊടുക്കുക. വെറ്റില കഷായത്തിൻ്റെ ഒരു വീഡിയോ സെപ്പറേറ്റ് ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഇവരുടെ കൂടെ എപ്പോഴും ഒരു മണിക്കൂറെങ്കിലും രാവിലെ സ്പെൻഡ് ചെയ്യുക, വൈകിട്ട് സ്പെൻഡ് ചെയ്യുക. അന്നേരം ഇവർക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം കാണുവാണെങ്കിൽ അന്നേരം തന്നെ പിടിച്ചു നോക്കുക. ചെള്ളിൻ്റെ പ്രശ്നങ്ങൾ വരാം. ചെള്ളിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ പോറോണ് അതുപോലുള്ള മരുന്നുകളുടെ മാത്രമായിട്ടൊരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. ചെള്ളിന് വരുന്നത് പച്ചമരുന്നുകൾ, മാക്സിമം പച്ചമരുന്നാണ് ഞാൻ യൂസ് ചെയ്യാറും പ്രൊമോട്ട് ചെയ്യാറും. അതുകൊണ്ട് പറ്റിയില്ലെങ്കിൽ മാത്രം ഇംഗ്ലീഷ് മരുന്നുകളിലേക്ക് പോവുക. അട വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇവർക്ക് നാടൻ കോഴികളെ, നമ്മൾ സങ്കരയാനം കോഴികളെ കൂട്ടിലടച്ചിട്ട് സ്റ്റാർട്ടറും മുട്ടത്തീറ്റ കോഴിയുടെ തീറ്റയും കൊടുത്ത് വളർത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും ആ ഭംഗിയിലേക്ക് അതെത്തില്ല. മുട്ടയിടുകയായിരിക്കും, അവർ ജീവിക്കുമായിരിക്കും. ആ ഭംഗിയോ അതിൻ്റെ ഒരു ക്വാളിറ്റിയോ ഒന്നും കിട്ടില്ല. അന്നേരം വരുന്ന പുതിയൊരു വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഫോളോ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.